ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പാറ്റേൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ പാറ്റേൺ പറയുന്നതാണ് ഡയമണ്ട് മെഷ് പാറ്റേൺ എന്നുള്ളത്. ഇത് സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ അക്കോർഡിംഗ്ലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ഡബിൾ ക്രോഷറ്റ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് പകരം നമ്മളവിടെ ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും കൊടുക്കുക. ഡബിൾ ക്രോഷറ്റ് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ചെയിൻ സ്റ്റിച്ച് മാത്രമായിരിക്കും ഇതിൽ യൂസ് ചെയ്യുക. ഈ പിക്ചർ റെപ്രസെൻറ്റേഷൻ തരുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴുള്ളൂ നമുക്ക് വേറെ എപ്പോഴെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പം നമുക്ക് ആ പിക്ചർ വെച്ചിട്ട് നമുക്ക് കുറേ പിക്ചേഴ്സൊക്കെ പല സൈറ്റിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിക്ചർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ഇത് സൈഡിൽ തരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ടാക്കാം. അപ്പം ഡയമണ്ട് മെഷ് സ്റ്റിച്ചിന് നമ്മൾ 4 4 4 എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ ബേസ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോന്നിലും 5 ചെയിൻസ് വെച്ചിട്ട് പിന്നെ ഒരു 5 എണ്ണം ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു സിംഗിൾ ക്രോഷറ്റ് ഇടും. വീണ്ടും 5 എണ്ണം ചെയ്യും. പിന്നെ ഒരു സിംഗിൾ ക്രോഷറ്റ് ഇടും. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു നോട്ട് ഇടണം. എന്നിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പം ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര സൈസിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാം. തൽക്കാലം നമുക്ക് ചെറുതായിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് കഴിയുമ്പം നമ്മൾ എക്സ്ട്രാ 20 കഴിഞ്ഞിട്ട് ഒന്ന് എക്സ്ട്രാ ഇടണം. അതിൽ നിന്ന് നമ്മൾ 3 ചെയിൻ കൊടുക്കുക. 1 2 3. ഈ ചെയിന് നമ്മൾ ഇവിടെ 1 2 3 4ലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 4ൽ നമ്മളവിടെ എന്ത് ചെയ്യണം? സിംഗിൾ ക്രോഷേ ഇടണം. ഓക്കെ. വീണ്ടും 1 2 3 4 5 5 എടുക്കുക. 5 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 4 ഗ്യാപ്പ് 1 2 3 4. ഈ 4ാമത്തേൽ അതിൽ നിന്ന് ഒന്ന് എടുത്താൽ മതി. ഒരൊറ്റ നൂലേ എടുക്കുന്നുള്ളൂ. അതിൽ കൊടുക്കുക. ഈ 2 കൂടിയിട്ട് ഉണ്ടോ, ഈ 2 കൂടിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഇടുക. വീണ്ടും 1 2 3 4 5. ഇവിടുന്ന് 1 2 3 4. 4ാമത്തേൽ നമ്മൾ വീണ്ടും അപ്പം ഇങ്ങനെ വരും. ഓക്കെ. വീണ്ടും 1 2 3 4 5. ഇവിടുന്ന് എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. 4 വേണം. 1 2 3 4. 4ാമത്തേൽ നമ്മൾ വീണ്ടും കൊടുക്കുന്നു. വീണ്ടും 5 എണ്ണം കൊടുക്കുക. 2 3 4 5. നമ്മൾ ലാസ്റ്റത്തേൽ 4 വരുന്നുണ്ട്. അപ്പം അതിൽ കൊടുക്കുക. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കും. വല പോലെ മെഷ് പോലെ വരുന്നത്. അപ്പം ഇനി എൻ്റെ എത്തി കഴിയുമ്പം നമ്മളവിടെ 3 എണ്ണം കൊടുക്കുക. 2 3. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 4 5 ആക്കിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഓക്കെ. കണ്ടോ? ഇനി വീണ്ടും 1 2 3 4
5. ഇതിൻ്റെ നടുക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നടുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ, വീണ്ടും 1 2 3 4 5 നടുക്കായിട്ട് വീണ്ടും 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് റൗണ്ട്. ഈ തേർഡ് റൗണ്ട് വീണ്ടും ഇതുപോലെ തന്നെ 5 എണ്ണം 2 3 4 5 ഇങ്ങനെ കൊടുക്കുക. വീണ്ടും 1 2 3 4 5 ഇതിൻ്റെ നടുവിൽ കൊടുക്കുക. വീണ്ടും 1 2 3 4 5 ഇതിൻ്റെ നടുക്ക് കൊടുക്കുക. സിമ്പിളാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ 2 3 4 5 ചെയിൻ എടുക്കുക. ഇതിൻ്റെ നടുവിൽ നമ്മളൊരു ഇത് സിംഗിൾ ക്രോഷയാണ് കേട്ടോ, സിംഗിൾ ക്രോഷ കൊടുക്കുക. വീണ്ടും 1 2 3 4 5 ഇത് എത്ര ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് വെച്ച് ഇത് മാത്രം വെച്ചിട്ട് നമുക്കൊരു ഡ്രസ്സ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം. ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ബാഗ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സൈസിൽ വേണോ അത്രയും സൈസിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്നിട്ടൊരു എക്സ്ട്രാ 1 ചെയിൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ സൈഡിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് സൈഡ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈസിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡയമണ്ട് മെഷ് സ്റ്റിച്ച്. ഇതുപോലെ നീളത്തിലോ വീതിയിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സ്റ്റിച്ചായിട്ട് കാണാം. ബൈ.